നമ്മളിത് ബോറക്സ് ആക്ടിവേറ്റർ ഇല്ലാതെ നല്ല അടിപൊളി സ്ലൈം ഉണ്ടാക്കാൻ പോവാണ്. കുറേ മുമ്പത്തെ വീഡിയോയിൽ ഞാനൊരു സ്ലൈം ഉണ്ടാക്കിയിരുന്നു. എന്തായിരുന്നു? ടൂത്ത് പേസ്റ്റും പിന്നെ ഫെവിക്കോളും പിന്നെ ഉപ്പ് വെച്ചിട്ടുള്ള ഒരു സ്ലൈം. അതിനെക്കാട്ടും നല്ല വേറെ ലെവലായിട്ടുള്ള സ്ലൈമാട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് സമയം പാഴാക്കണ്ട, നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം. ഇൻഗ്രീഡിയൻസ് വേണ്ടേ? ഇൻഗ്രീഡിയൻസ് പറയാം. ചപ്പാത്തി മാവ് ആദ്യം തന്നെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് വെച്ചിട്ടാണ് നമ്മൾ സ്ലൈം ഉണ്ടാക്കുന്നത്. പിന്നെ ഉപ്പ് വേണം. പിന്നെ ടൂത്ത് പേസ്റ്റ് ഏതെടുത്താലും കുഴപ്പമില്ല, ടൂത്ത് പേസ്റ്റ്. പിന്നെ കളറ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കുക. ഏത് കളർ വേണമെങ്കിലും, വാട്ടർ കളറിൻ്റെ കളറോ ഏത് വേണമെങ്കിലും എടുക്കാം. പിന്നെ ഫെവിക്കോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതി. ഫെവിക്കോൾ ഞാൻ കുറച്ചും കൂടി ഫ്ലഫി ആക്കാൻ വേണ്ടിയിട്ടാണ് ഫെവിക്കോൾ എടുക്കണം. ഫെവിക്കോൾ വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് നേരെ വീഡിയോയ്ക്ക് കിടക്കാം. ഞാൻ ആദ്യം മൈദ എടുത്തു, ഭയങ്കര ഒട്ടിപ്പിടിച്ച മൈദ. അതിനെ നമ്മൾ ഇനി ബട്ടർ സ്ലൈം ആക്കാൻ പോവാം. അപ്പോൾ ആദ്യം നമ്മൾ മൈദ എടുത്തു. പിന്നെ നമ്മൾ എടുക്കേണ്ടത് കളറ്. ഞാൻ കളർ ഇത്തിരി ആഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, കളർ ആദ്യം ആഡ് ചെയ്തതിന് ശേഷം നമ്മളിത് മിക്സ് ചെയ്യാൻ പോവാണ്. സ്പൂൺ വെച്ചിട്ട് എന്തായാലും മിക്സ് ചെയ്യാൻ പറ്റില്ല, അപ്പം നമ്മുടെ കൈ തന്നെ വേണം. അപ്പം ഞാനിത് ഇങ്ങനെ മിക്സ് ചെയ്യാൻ തുടങ്ങി. മിക്സ് ചെയ്തിട്ട് കുറേ നേരം എടുക്കും, എന്നാലും നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു രസമല്ലേ? എങ്ങനെയായാലും ഇപ്പോൾ കൈ കഴുകണം. എനിക്ക് സ്ലൈം ഉണ്ടാക്കുമ്പോൾ എന്തായാലും കൈ കഴുകണം. എൻ്റെ ഫേവറേറ്റ് കളർ ബ്ലൂ ആണ്, അതുകൊണ്ട് ഞാൻ ബ്ലൂ കളർ ചെയ്തു. അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടും. സ്പൂൺ വെച്ച് ചെയ്താൽ സംഭവം നടക്കില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ ചെയ്തു. അങ്ങനെ കളർ ഓക്കെ ആയി. ഇനി നമുക്ക് ഇത്തിരി ടൂത്ത് പേസ്റ്റ് എടുത്തിടാം. ഓവറായിട്ട് എടുക്കണ്ട, വെറുതെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ. അതിന് ശേഷം എല്ലാത്തിലും മിക്സ് ചെയ്യുക. ഇപ്പോൾ ഒരു ശബ്ദം കേട്ടില്ലേ? ടെക്ന്, അത് തിന്നാ. ആഹാ, ഇപ്പം തന്നെ സ്ലൈമിൻ്റെ ഇത് എഫക്റ്റ് ആവാൻ തുടങ്ങുന്നുണ്ട്. അടുത്തത് ഇനി ഉപ്പ് ഉറപ്പായി വേണം, കാരണം ഇപ്പോൾ ഭയങ്കര ഒട്ടിപ്പിടിക്കലല്ലേ അല്ലേ? ഉപ്പത് മാറ്റും. ഉപ്പാണെങ്കിൽ അത് മാറ്റും. ഇപ്പം ഞാൻ ഉപ്പ് ആഡ് ചെയ്തിട്ട് ഇങ്ങനെ മടക്കി പിടിച്ച് എല്ലായിടത്തേക്കും ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വേണമെങ്കിൽ ഇനിയിടാം. ഇപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കലില്ല, വേണമെങ്കിൽ ഗ്ലൂ ഇടാം. ഇപ്പോൾ ബട്ടർ സ്ലൈം ഏകദേശമായി. ഇനി ഞാൻ ഫെവിക്കോൾ എടുത്തിടാം. ഫെവിക്കോൾ ഒഴിക്കാൻ പോരെ. പിന്നെ മുകളിലത്തെ അടപ്പിട്ടിട്ടും നേരെ പോരില്ല, എന്നാൽ എങ്ങനെ ഒഴിച്ചാലും പോരില്ല. അങ്ങനെ വഴിക്കുക. ഈ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ എത്ര ഗ്ലൂ ചെലവാക്കിയെന്നറിയോ? നോക്ക്, ഇത്ര ഉണ്ടായിരുന്ന ഗ്ലൂവാ. സ്ലൈം ടെസ്റ്റ് ചെയ്ത് തലയിൽ എന്തൊക്കെയൊക്കെ വരണോ അതൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് അവസാനം കിട്ടിയ ഐഡിയ ഈ സ്ലൈം.
ഇപ്പോൾ ഗ്ലൂ ഒഴിച്ചപ്പോൾ ഇത്തിരി ഒട്ടിപ്പിടിക്കലുണ്ടാവും. അപ്പോൾ ഉപ്പെടുക്കുന്നു, ഒന്നമർത്തുന്നു, പിന്നെ പിന്നെ അതിങ്ങനെ ഒട്ടിപ്പിടിക്കലുണ്ടാവും, കാരണം ഗ്ലൂ വെച്ചിട്ടല്ലേ. അപ്പോൾ ഗ്ലൂ കുറച്ചും കൂടി ഫ്ലഫി ആക്കും സ്ലൈമിനെ. ഫ്രീസറിൽ ഒന്ന് വെക്കണം. എന്നിട്ട് ഇനി ഇത് നമുക്ക് ഫ്രീസറിൽ വെക്കാം. A few moments later. Guys, നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച സ്ലൈം റെഡിയാണ്. സെറ്റ് സ്ലൈമാണ്, കയ്യിൽ എവിടെ ഒട്ടിപ്പിടിക്കുന്നില്ല. ഓ ഗൈസ്, അടിപൊളി, നല്ല അടിപൊളി ബട്ടർ സ്ലൈമാണിത്. റിയലിസ്റ്റിക് സ്ലൈം അല്ലെങ്കിലും നല്ല ഹോം മെയ്ഡ് സ്ലൈമാണ്. നിങ്ങൾ ഉറപ്പായും ഇത് ട്രൈ ചെയ്യണം. അടിപൊളി സ്ലൈമാണ്. മുമ്പത്തെ വീഡിയോയെക്കാട്ടും എനിക്ക് അടിപൊളിയായിട്ട് തോന്നി ഈ അടിപൊളി സ്ലൈമാണ്. നിങ്ങൾ ഉറപ്പായും ട്രൈ ചെയ്യണം. പിന്നെ ഫ്രീസറിൽ വെക്കുന്ന സമയത്തുണ്ടല്ലോ, ഫ്രീസറിൽ നിങ്ങൾ 2 മിനിറ്റ് വെക്കാൻ പാടുള്ളൂ. അടിയത്തേലാണെങ്കിൽ 5-6 മിനിറ്റ് വെച്ചോളൂ. കാരണം ഇത് ഐസായി കഴിഞ്ഞാൽ പിന്നെ അത് എന്താ പറയുക, നേരെ ഫ്ലഫി ആവില്ല. നോക്ക് ഗൈസ്, അടിയിൽ ഒട്ടി പിടിക്കുന്നില്ല, കണ്ടോ? ഇത് പിന്നെ ഓൾറെഡി ഉള്ളതാ. കളർ ചെയ്യുന്ന സമയത്ത് കളറിനകത്ത് കുടുങ്ങിയില്ല. ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.